ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു വിദ്യാർത്ഥി ലേണിംഗ് ഹബ്ബ്. അപ്പോൾ സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലെ ഫസ്റ്റ് യൂണിറ്റായ സോഷ്യൽ പ്രോബ്ലംസ് എന്ന യൂണിറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്തിൽ പ്രധാനമായും സാമൂഹികമായ പ്രശ്നങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളും പിന്നെ അതിനെതിരെയുള്ള പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള വിവിധ അപ്രോച്ചുകൾ, പല സോഷ്യോളജിസ്റ്റുകളും സ്വീകരിച്ച വിവിധതരം അപ്രോച്ചുകളും സമീപനങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായി ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ നോക്കുമ്പോൾ നമ്മളെ കൊളോണിയൽ ഭരണകാലത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യ നേരിട്ടിരുന്നു സാമൂഹികപരമായിട്ടൊക്കെ. അപ്പോൾ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് 1947 നമ്മൾ സ്വാതന്ത്ര്യം നേടി. അപ്പോൾ വലിയൊരു പ്രശ്നം അതോടുകൂടി അവസാനിപ്പിച്ചു. പിന്നെ നമ്മൾ നിലവിലുള്ള ഇന്ത്യയിലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ദാരിദ്ര്യവും പിന്നെ പോപ്പുലേഷൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ ഇല്ലിട്രസി, അനീതി, ജെൻഡർ ഈക്വാലിറ്റി, അങ്ങനെ പല പ്രശ്നങ്ങളും ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ ഒരു കൃത്യമായ ഡെഫിനിഷനിലേക്ക് കടക്കുകയാണ്. ഈ സോഷ്യൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെ നെഗറ്റീവായി ബാധിക്കുന്ന ഏത് തരത്തിലുള്ള സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ സോഷ്യൽ ഇഷ്യൂ അല്ലെങ്കിൽ സോഷ്യൽ പ്രോബ്ലംസ് എന്ന് പറയും. അതുപോലെ തന്നെ ഈ സോഷ്യൽ പ്രോബ്ലംസ് എന്തായിരിക്കില്ല, ചിലപ്പോൾ ചില ആളുകൾക്ക് പ്രശ്നമായി തോന്നുന്നത് മറ്റുള്ളവർക്ക് അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അത് പല രീതിയിൽ അതിന് വ്യതിയാനങ്ങളുണ്ടാവാം. ഇനി അതിൻ്റെ ഒരു സ്വഭാവം, നേച്ചർ ഓഫ് സോഷ്യൽ പ്രോബ്ലംസ്, ഈ സാമൂഹിക പ്രശ്നങ്ങളുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അത് കൃത്യമായി നമുക്ക് അതിൻ്റെ പ്രത്യേകതകളെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. കാരണം അതിങ്ങനെ പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ അതിനുണ്ടാവും. ചിലപ്പോൾ അത് രാഷ്ട്രീയപരമായിട്ടാവാം, ചിലപ്പോൾ അത് നമ്മുടെ എന്തെങ്കിലും ട്രഡീഷൻസ് അല്ലെങ്കിൽ നമ്മുടെ നോംസും, അതായത് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ബന്ധപ്പെട്ടതാവാം. പല രീതിയിൽ അതിന് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഈ സോഷ്യൽ ഇഷ്യൂസ് തന്നെ ചിലപ്പോൾ സമൂഹത്തിലൊരു വലിയ വിഭാഗം ആളുകളെ ബാധിക്കുന്നതാവും, മറ്റുള്ളവർക്ക് അത് പ്രശ്നമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതാണ് ഒരു സോഷ്യൽ പ്രോബ്ലത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ അതിനൊരു 3 തരത്തിലുള്ള ഒരു കോമ്പോണൻസ്, പ്രത്യേകതകൾ പറയുന്നുണ്ട്. ഒന്നാമതായി ഈ ഈ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, ചിലപ്പോൾ സമൂഹത്തിൽ വിവിധ ചില മേഖലകളിൽ മാത്രമേ ബാധിക്കുള്ളൂ. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഫ്യൂ എപ്സൈഡ്സ് ഓഫ് സൊസൈറ്റിയിലെ ചില തലങ്ങൾ അത് ബാധിക്കും, അതിന് വെല്ലുവിളികളാവും. അതുപോലെ തന്നെ ഈ സോഷ്യൽ വാല്യൂസിന്, അതായത് നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള മൂല്യങ്ങൾക്ക് അത് പരിക്കേൽപ്പിക്കും ഈ സാമൂഹിക പ്രശ്നങ്ങൾ. അതുപോലെ അതിനെതിരെ ആളുകൾ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തും. അപ്പോൾ പല രീതിയിലുള്ള സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവാം. നമ്മൾ അതിൻ്റെ ഒരു പ്രത്യേക ക്വാളിറ്റീസ് എന്ന് പറയുന്നത്, അതായത് സോഷ്യൽ പ്രോബ്ലംസിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസിൻ്റെ ഒരു പൊതുവെയുള്ള സ്വഭാവങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്നത് ഡിസൻറ്റഗ്രേറ്റീവ് ആയിരിക്കും. അതായത് ഡിസൻറ്റഗ്രേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാമൂഹിക ഘടനയ്ക്ക് അതൊരു വലിയ തകർച്ചയുണ്ടാക്കും, വലിയ പരിക്കേൽപ്പിക്കും. അതുപോലെ തന്നെ ആളുകളുടെ ഒരു ജനറൽ പബ്ലിക്കായിട്ട് ആളുകളെ അത് ബാധിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന് മൾട്ടിപ്പിൾ കോസ്, അതായത് ഏതൊരു സാമൂഹിക പ്രശ്നത്തിനും പല കാരണങ്ങളുണ്ടാവും, ഒരിക്കലും ഒരു കാരണത്തിൽ മാത്രം അധിഷ്ഠിതമായിരിക്കില്ല. വെറൈറ്റി ഓഫ് ഫാക്ടേഴ്സ് അതിനെ ബാധിച്ചിട്ടുണ്ടാവും. അതുപോലെ ഒരു സോഷ്യൽ ഇഷ്യൂ ആണെങ്കിൽ തന്നെ അതിന് പലതരം മൾട്ടി കോസുകൾ അതിനുണ്ടാവും. ഇനി അടുത്തത് ഇൻ്റർ കണക്റ്റഡ്. ഒരു സാമൂഹിക പ്രശ്നം എന്ന് പറയുമ്പോൾ അത് മറ്റു പല സംഭവങ്ങളുമായിട്ടും കണക്ട് ചെയ്ത് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ മെനി റെമഡീസ്, ഒരൊറ്റ പ്രശ്നത്തിന് തന്നെ പല പരിഹാരങ്ങൾ കാണാനുണ്ടാവും. ഒരു സാമൂഹിക പ്രശ്നത്തിന് തന്നെ പല രീതിയിലുള്ള പരിഹാരങ്ങളുണ്ടാവും. അതുപോലെ റിലേറ്റീവ് കൺസെപ്റ്റ്, അത് ചിലപ്പോൾ നമുക്ക് പ്രോബ്ലമായി തോന്നും, മറ്റുള്ളവർക്ക് പ്രോബ്ലമായി തോന്നണമെന്നില്ല. അത് വളരെ ഒരു ആപേക്ഷികമായ സംഭവമാണ് ഈ സോഷ്യൽ പ്രോബ്ലം എന്നുള്ളത്. അതുപോലെ തന്നെ ഫങ്ഷണൽ വാല്യൂ, അതായത് നമ്മൾ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുമ്പോൾ മറ്റൊരു പ്രശ്നത്തിലേക്ക് അത് നയിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ടു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തെ നമ്മൾ പല രീതിയിൽ, അതായത് രണ്ട് കാഴ്ചപ്പാടിൽ, രണ്ട് പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിക്കാണണം. ചിലപ്പോൾ ഒരു വ്യക്തിഗതമായ രീതിയിൽ നോക്കി കാണേണ്ടി വരും, ഒരുപോലെ സൊസൈറ്റിയിൽ നിന്നുള്ള നോക്കി കാണേണ്ടി വരും. അപ്പോൾ പല രീതിയിലുള്ള വ്യൂ പോയിന്റിലൂടെ ഒരു സോഷ്യൽ പ്രോബ്ലത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒരു സോഷ്യൽ പ്രോബ്ലംസിൻ്റെ ഒരു പൊതുവെയുള്ള സ്വഭാവം അങ്ങനെയാണ്. ഇനി അത് നമ്മളൊന്നുകൂടി വിശദീകരിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ പ്രോബ്ലംസ് ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, ഈ സോഷ്യൽ പ്രോബ്ലം എന്നുള്ളത് ചിലപ്പോൾ അതായത് സോഷ്യോ കൾച്ചറൽ പ്രശ്നങ്ങളായി മാറാം, ചിലപ്പോൾ അത് എക്കോണമിക്കൽ, നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളായിട്ടും അല്ലെങ്കിൽ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതായത് പ്രധാനമായിട്ടും അതിനെ നമുക്ക് 3 കാറ്റഗറിയാക്കി തിരിക്കാം. ഒന്ന് സോഷ്യോ കൾച്ചറൽ പ്രോബ്ലംസ്, അതായത് നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഡ്രഗ് അബ്യൂസുകൾ അല്ലെങ്കിൽ
മറ്റു ചൈൽഡ് അബ്യൂസ് അല്ലെങ്കിൽ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം, അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ വർഗീയതകൾ, ഇതൊക്കെ ഒരു സോഷ്യോ കൾച്ചറൽ പ്രോബ്ലംസ് ആയി കാണാം. അതുപോലെ ഒരു എക്കോണമിക് പ്രോബ്ലംസ് ഉണ്ടാവും. ഇപ്പോൾ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ ദാരിദ്ര്യം, പവേർട്ടി ലൈൻ, അപ്പോൾ അതൊക്കെ ഒരു എക്കോണമിക്കൽ പ്രോബ്ലംസ്. അതുപോലെ ലീഗൽ ഇഷ്യൂസ് ആയി വരാം. ഇപ്പോൾ കൊലപാതകമാണ് അല്ലെങ്കിൽ മറ്റു ഭീകരതയാണ്, അതൊക്കെ ഒരു ലീഗൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ പല 3 തരം കാറ്റഗറിയിലായിട്ട് എന്ത് വരും, ഈ സോഷ്യൽ ഇഷ്യൂസ് വരും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു പ്രശ്നം തന്നെ എന്തായിരിക്കും, പല രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കും. ഇപ്പോൾ പവേർട്ടി എന്ന് പറയുമ്പോൾ അത് എക്കോണമിക്കും ആണ്, സോഷ്യൽ ഇഷ്യൂ ആണ്. അപ്പോൾ അങ്ങനെ പല കാറ്റഗറിയിലായിട്ട് എന്ത് വരും, സോഷ്യൽ പ്രോബ്ലംസ് വരും. അതായത് അതുപോലെ തന്നെ മീഡിയ, നമ്മുടെ ഈ കാലത്ത് പ്രത്യേകിച്ച് മീഡിയയ്ക്ക് വലിയ സ്വാധീനമുണ്ട് ഈ സോഷ്യൽ പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യുന്നതിൽ. ഈ പത്രങ്ങൾക്കും അതുപോലെ മറ്റു ടെലിവിഷൻ ചാനലുകൾക്കൊക്കെ വലിയ സ്വാധീനമുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ സോഷ്യൽ ഇഷ്യൂസിനെ നമ്മൾ നോക്കിക്കാണേണ്ടത് ഓരോ സൊസൈറ്റിയുടെയും കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഏഷ്യയിലും അല്ലെങ്കിൽ ഇന്ത്യയിലും മറ്റു നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ അൺടച്ചബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് അമേരിക്കയിലുള്ള ഇപ്പോൾ വംശീയമായ പ്രശ്നങ്ങൾ അമേരിക്കയിലുണ്ട്. അപ്പോൾ അതും നമ്മളെ ഇവിടെയുള്ള അൺടച്ചബിലിറ്റി, അത് രണ്ടും നമ്മൾ ഒരേ വ്യൂ പോയിന്റിലൂടെ കാണാൻ പറ്റില്ല. അതിന് എന്താണ്, ആ സ്ഥലങ്ങൾക്കനുസരിച്ച് പല രീതിയിൽ മാറ്റങ്ങൾ വരാം. അപ്പോൾ നമ്മൾ ഓരോ പ്രശ്നത്തെയും ആ സൊസൈറ്റിയുടെ കോണ്ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മളിനി പറഞ്ഞതനുസരിച്ച് വളരെ കൃത്യമായി നമ്മളൊന്ന് ക്രമീകരിക്കുകയാണെങ്കിൽ, ഒരു സോഷ്യൽ പ്രോബ്ലംസെ കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ ആ 7 തരം ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകതകൾ സോഷ്യൽ പ്രോബ്ലംസിനുണ്ടാവും. ഒന്ന്, അതിനൊരു അഡ്വൈസ് എഫക്റ്റ്, സമൂഹത്തിലൊരു പ്രതികൂലമായ ഒരു എഫക്റ്റ്, പ്രതിഫലനം ഉണ്ടാവും. അതുപോലെ തന്നെ പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ ഈ സോഷ്യൽ പ്രോബ്ലംസിനുണ്ടാവും. അതുപോലെ പല മൾട്ടി കോസുകൾ ഉണ്ടാവും. അതുപോലെ ഏതൊരു പ്രശ്നത്തിനും എന്തുണ്ടാവും, ഒരു സാമൂഹികമായ അടിസ്ഥാനം ഉണ്ടാവും. അതുപോലെ പല കാര്യങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നതാവും. അതുപോലെ സോഷ്യൽ പ്രോബ്ലംസ് ഈ സൊസൈറ്റിയിലുള്ള ഓരോ അംഗങ്ങളെയും അത് ബാധിക്കും. അതുപോലെ സോഷ്യൽ പല ആളുകളെയും പലതരത്തിലായിരിക്കും ഈ പ്രശ്നങ്ങൾ ബാധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാമൂഹിക പ്രശ്നങ്ങളുടെ പ്രത്യേകതകൾ. അപ്പോൾ ഇനി അടുത്തതായിട്ട് കോസസ് ഓഫ് സോഷ്യൽ പ്രോബ്ലംസ്, ഈ സാമൂഹിക പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ എന്താണെന്നാണ് നോക്കുന്നത്. പ്രധാനമായും സോഷ്യൽ മോഡിഫിക്കേഷൻ, അതായത് സാമൂഹികമായി വരുന്ന പരിഷ്കരണങ്ങൾ എന്ത് ചെയ്യും, അത് പല മാറ്റങ്ങളും സൊസൈറ്റിയിൽ ഉണ്ടാകുമ്പോൾ അത് സാമൂഹിക പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുപോലെ തന്നെ ഉദാഹരണത്തിന് ഗവൺമെൻറ് എന്ത് ചെയ്യാണ്, ഭയങ്കര അക്കാഡമിക്കായിട്ട് കുറേ ചേഞ്ചുകൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അത് ചില ആളുകൾക്ക് വളരെ പ്രശ്നമായിട്ട് ബാധിക്കും. അവർക്കത് ആ മേഖലയിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തതൊക്കെ ആയിട്ട്. അതുപോലെ കൾച്ചറൽ ലാഗ് മറ്റൊരു പ്രശ്നമാണ്. അതായത് മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും തമ്മിൽ വരുന്നൊരു ഡിഫറൻസ്, അപ്പോൾ അത് വലിയൊരു പ്രോബ്ലം സൊസൈറ്റിയിൽ സൃഷ്ടിക്കും. അതുപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതും വലിയ സാമൂഹിക പ്രശ്നങ്ങളായിട്ട് വരാം. അതുപോലെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ കോസുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് പൊളിറ്റിക്കൽ റെവല്യൂഷൻസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, അതൊക്കെ ഈ സോഷ്യൽ പ്രോബ്ലത്തിനുള്ള കാരണങ്ങളാണ്. അതുപോലെ ബയോളജിക്കൽ കോസുകൾ ഉണ്ടാകും. ഇപ്പോൾ വലിയ കോവിഡ് പോലത്തെ രോഗങ്ങളൊക്കെ, അപ്പോൾ അങ്ങനത്തെ രോഗങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഉള്ള ഫുഡുകളുടെ കുറവ് അല്ലെങ്കിൽ പോപ്പുലേഷനിലുള്ള വലിയ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇതിനുള്ള കാരണങ്ങളാണ്, സോഷ്യൽ പ്രോബ്ലംസ്. പിന്നെ സൈക്കോളജിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ കാരണങ്ങളുണ്ട്. സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആളുകൾക്ക് ഒരുപാട് മുൻധാരണകൾ ഉണ്ടാകും മറ്റുള്ളവരെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ മറ്റു പല നമ്മുടെ മെൻ്റലിയുള്ള പ്രശ്നങ്ങളൊക്കെ, അതൊക്കെ ഓരോ പ്രശ്നങ്ങൾക്ക്, സാമൂഹിക പ്രശ്നങ്ങൾക്കുള്ള കാരണമാണ്. അതുപോലെ ടെക്നോളജിക്കൽ ഇൻവെൻഷൻസ്, ഇപ്പോൾ കൂടുതൽ ടെക്നോളജി കൂടിയത് കൊണ്ട് തന്നെ ആളുകൾക്ക് ഒരു വ്യക്തിപരമായ ഇൻഡിവിജ്വാലിസത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കളക്റ്റിവിസത്തിനേക്കാളും. അപ്പോൾ അത് ഓരോരുത്തരും സ്വന്തം കാര്യങ്ങളും സ്വന്തം വിശ്വാസങ്ങളും മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിൽ അത് സൊസൈറ്റിയുടെ ഒരു സ്ട്രക്ചറിനെ അത് ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ സോഷ്യൽ പ്രോബ്ലംസിനുള്ള കോസുകളാണ്. ഇനി അടുത്തത് പറയാൻ പോകുന്നത്, ഈ പറയുന്ന സോഷ്യൽ പ്രോബ്ലംസിന് അതിനുള്ള പരിഹാരങ്ങൾ, ആ പരിഹാരങ്ങൾക്ക് വിവിധ തരത്തിലുള്ള അപ്രോച്ചുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ആളുകളും അതിന് സ്വീകരിച്ച സമീപന രീതികളെക്കുറിച്ച്, തിയററ്റിക്കലായ സൈദ്ധാന്തികമായ സമീപന രീതികളെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ആദ്യമായി ഒന്നാമത്തെ ഒരു അപ്രോച്ചാണ് ഫങ്ഷണൽ അപ്രോച്ച്. അതായത് ഒരു സമൂഹത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പോൾ അതിനുള്ള പരിഹാരം കാണേണ്ടത് ഒരു ഫങ്ഷണൽ അപ്രോച്ചിലൂടെയാണെന്നാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഈ ഫങ്ഷണൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ അതിന് ഫങ്ഷണലിസം എന്ന് നമ്മൾ പറയും. എമിൽ ദുർഖൈമാണ് ഈ ഒരു തിയറിയുടെ പിന്നിലുള്ള ഒരാൾ, ഫൗണ്ടറായി അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, സമൂഹത്തിലുള്ള ഓരോ പ്രശ്നങ്ങളും നമ്മൾ അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് വളരെ ഒരുമയോടെയുള്ള നമ്മുടെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ്. അതായത് ഏതൊരു പ്രശ്നങ്ങൾക്കും നമ്മുടെ സാമൂഹികമായ സ്ഥാപനങ്ങൾ, അതായത് ഇപ്പോൾ നമ്മുടെ ഫാമിലി, എഡ്യൂക്കേഷൻ, മറ്റു എക്കോണമി, അങ്ങനെയുള്ള ഓരോ
നമ്മുടെ ഒരു പരസ്പരമുള്ള ഒരുമിക്കൽ, ഈ സാമൂഹിക സ്ഥാപനങ്ങളുടെയൊക്കെ ഒരുമിക്കലിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ സോഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമ്മൾ പരസ്പരമുള്ള ഫാമിലി ഫ്രണ്ട്ലി റിലേഷൻസിലൂടെയൊക്കെയാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടത്. അതായത് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് സംഭവങ്ങൾ, ഫാക്ടേഴ്സ് കൂടി ചേർന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചു കൊണ്ട് വേണം സമൂഹത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനും സാമൂഹികപരമായ നമ്മുടെ സന്തുലിതാവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാനും. അതുപോലെ ഈ തിയറിയിൽ നമ്മൾ എമിൽ ദുർഹൈമിനെ പറഞ്ഞതുപോലെ മറ്റു ഈ തിയറിയിൽ സംഭാവന ചെയ്ത ആളുകളാണ് അഗസ്റ്റ് കോംറ്റെയൊക്കെ. അദ്ദേഹം പറയുന്നത് 3 രീതിയിലാണ് നമ്മൾ സമൂഹത്തിലെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഒന്ന് തിയോളജിക്കൽ സ്റ്റേജിലൂടെ അഡ്രസ്സ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അതായത് ഏതൊരു പ്രശ്നം വന്നാലും അതൊരു സൂപ്പർ നാച്ചുറലായ, അതായത് നമ്മുടെ ഒരു ദൈവികമായാലും മറ്റു ഒരു അദൃശ്യമായ രീതിയിലാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്ന ആളുകളുണ്ടാവും. അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ സ്റ്റേജിലൂടെ ഉണ്ടാവും. അതായത് ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, സൊസൈറ്റിയെ ഈ സൂപ്പർ നാച്ചുറൽ എന്നുള്ളതെന്ന് മറിച്ച് ഒരു നാച്ചുറൽ രീതിയിലേക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ചില ആളുകൾ പ്രശ്നങ്ങളൊക്കെയാണ് പോസിറ്റീവായ സൈഡിലൂടെയൊക്കെയായിരിക്കും, അതായത് ഒന്നുകൂടി സയൻറ്റിഫിക്കായി പഠിച്ച് ലോജിക്കലായി ചിന്തിച്ചിട്ടായിരിക്കും കാണുക. അപ്പോൾ ഈ 3 തരത്തിലുള്ള ആളുകൾ നമ്മുടെ പ്രശ്നങ്ങളെ കാണുന്ന 3 തരത്തിലുള്ള വ്യൂ പോയിന്റ് ഉണ്ട് എന്നാണ് അഗസ്റ്റ് കോംറ്റെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫങ്ഷണൽ അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സൊസൈറ്റി എന്ന് പറയുമ്പോൾ അത് വിവിധ തരം ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ചേർന്നൊരു സംഭവമാണ്. അപ്പോൾ അത് ആ ഒരു ഒരുമയോടെ ടുഗദർ എല്ലാതും ഒരുമിച്ച് നിന്നിട്ട് വേണം സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങളെ നേരിടാനും സമൂഹത്തിലൊരു സന്തുലിതാവസ്ഥ കൊണ്ടുവരാനും. അതാണ് ഫങ്ഷണൽ അപ്രോച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു അപ്രോച്ചാണ് മാർക്സിസ്റ്റ് അപ്രോച്ച്. അപ്പോൾ കാൾ മാർക്സ് സൊസൈറ്റിയിലെ പ്രശ്നങ്ങളെ കാണുന്നത്, സൊസൈറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ 2 കാരണങ്ങളാണുള്ളത്. അതായത് 2 കാരണങ്ങളെന്നല്ല, 2 ക്ലാസ്സുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതായത് ഒന്ന് ഡിസിഷൻ ക്ലാസ്സും കൺട്രോൾഡ് ക്ലാസ്സും. നമ്മൾ പറയുന്നത് പോലെ മുതലാളിമാരും തൊഴിലാളിമാരും. അപ്പോൾ വളരെ കുറഞ്ഞ ആളുകളാണ് ഈ ഡിസിഷൻ ക്ലാസ്സിലുള്ളത്, അല്ലെങ്കിൽ നമ്മളെ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ളത്. വർക്കിംഗ് ക്ലാസ്സിൽ അല്ലെങ്കിൽ കൺട്രോൾഡ് ക്ലാസ്സിൽ കൂടുതൽ ആളുകളുണ്ടാവും. അപ്പോൾ ഈ കൺട്രോൾഡ് ക്ലാസ്സിനെ ഈ ഡിസിഷൻ ക്ലാസ് എന്ത് ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ 2 ക്ലാസ്സുകൾ ഉണ്ടായത് കൊണ്ടാണ് കൂടുതൽ പ്രശ്നങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് കാൾ മാർക്സ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 2 ക്ലാസ്സുകൾ സമൂഹത്തിലുള്ളത് കൊണ്ട് തന്നെ ഒരു വിഭാഗം ആളുകൾ ചൂഷണം ചെയ്യപ്പെടുന്നു, അതുപോലെ അവർ അന്യവൽക്കരിക്കപ്പെടുന്നു, അവർക്ക് ഇനീക്വാലിറ്റിയും പവേർട്ടിയൊക്കെ നേരിടേണ്ടി വരുന്നു എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ സൊസൈറ്റിയിലുള്ള ഈ ഒരു സ്ട്രക്ചറിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു 2 ക്ലാസ്സുകളുള്ള ആ ഒരു ക്ലാസ്സിനെ നമ്മൾ ഇല്ലാതാക്കണം. ഈ സോഷ്യലിസം എന്നുള്ള ഒരു ആശയത്തെ ഇല്ലാതാക്കണം, അതിലൊരു ചേഞ്ച് കൊണ്ടുവരണം എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. അത് തന്നെയാണ് ഈ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ. അതായത് ഇത്തരത്തിൽ 2 ക്ലാസ്സുകൾ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവർ ഒരു വിഭാഗം ആളുകൾ പവർഫുള്ളാണ്, അപ്പോൾ അവർ മറ്റുള്ളവർക്ക് മേലെ ആധിപത്യം ചുമത്തുന്നു. അപ്പോൾ അത് ഒഴിവാക്കണം എന്നുള്ള ഒരു തിയറിയാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് ഐഡിയോളജി വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സൊസൈറ്റിയിൽ ആണുങ്ങൾക്കായിരിക്കും കൂടുതൽ മേൽക്കോയ്മ. അപ്പോൾ അതില്ലാതാക്കാൻ ഈ ഒരു ആധിപത്യം അവരിൽ നിന്ന് ഒഴിവാക്കണം എന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് നമുക്ക് കാൾ മാർക്സിൻ്റെ പല രചനകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹമൊക്കെ പറയുന്നത്, ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ, കൂടുതൽ വ്യവസായിക വിപ്ലവമൊക്കെ വന്നതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്തു, 2 ക്ലാസ്സുകളായി മാറി. അപ്പം അദ്ദേഹം ഈ പ്രശ്നങ്ങളൊക്കെ കാണുന്നത് ഈ ഒരു ക്ലാസ് ബേസ്ഡ് ആയിട്ടാണ്. ക്ലാസ് സ്ട്രഗിൾ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ പരിഹരിക്കാൻ ഈ ക്ലാസ് സ്ട്രഗിൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം എന്നാണ് കാൾ മാർക്സിൻ്റെ അപ്രോച്ച്. ഇനി മൂന്നാമത്തെ ഒരു അപ്രോച്ചാണ് ഗാന്ധിയൻ അപ്രോച്ച്. ഗാന്ധിജി പറഞ്ഞതൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സമീപനമാണ് ഗാന്ധി സ്വീകരിച്ചിട്ടുള്ളത്. വളരെ ട്രൂത്തായ പീസും സമാധാനപരമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഗാന്ധിജി സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം സൊസൈറ്റിയെ ഒരു വൺ എൻറ്റിറ്റി ആയിട്ട്, അതായത് സമൂഹം എന്ന് പറയുമ്പോൾ ഒരു ഏക സ്ഥാപനമായിട്ട് ഗാന്ധിജി കാണുന്നു. അതുപോലെ തന്നെ കാൾ മാർക്സ് പറഞ്ഞ തിയറിയൊക്കെ ഗാന്ധിജി പൂർണ്ണമായിട്ടും എതിർക്കുകയാണ്. മറിച്ച് ഗാന്ധിജി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഗാന്ധിജി ഈ പറയുന്നത് പോലെ നമ്മൾ ഒരു ഫിനാൻഷ്യലി ആയിട്ട്, ഇപ്പോൾ സമൂഹത്തിന് ഫിനാൻഷ്യലി കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളത് കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടണമെന്നില്ല. അപ്പോൾ അതിന് ഗാന്ധിജി ഫിനാൻഷ്യലി ആയിട്ടുള്ള ഒരു ബേസിക് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുക എന്നുള്ളത്, ആ ഒരു കാര്യം മാത്രം ചെയ്തു കൊടുക്കുക എന്നുള്ളതിനെ ഗാന്ധിജി എതിർക്കുന്നു. മറിച്ച് റവല്യൂഷണറി ആയ ചേഞ്ചുകൾ നമ്മുടെ ലോക്കൽ ഏരിയാസിൽ സൊസൈറ്റിയുടെ താഴെ തട്ടിൽ നിന്ന് അവർക്ക് എല്ലാ തരത്തിൽ ഫിനാൻഷ്യലി, സോഷ്യൽ, പൊളിറ്റിക്കൽ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റും കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളെ നീക്കം ചെയ്യണമെന്നാണ് ഗാന്ധിജിയുടെ ഒരു വ്യൂ പോയിന്റ്.
അതുപോലെ തന്നെ ഗാന്ധിജിയുടെ വ്യൂ പോയിന്റിൽ നമ്മൾ ആ ഒരു അപ്രോച്ചിൽ ഉൾപ്പെടുന്നതാണ് എന്ത് ചെയ്യുക, വിവിധ തരത്തിലുള്ള പദ്ധതികളിലൂടെ നിലവിൽ സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എന്താണ് പദ്ധതികളിലൂടെ സൊസൈറ്റിയിലുള്ള ഓരോ ചലഞ്ചുകളെയും നേരിടണമെന്നാണ് ഗാന്ധിജി മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ 3 തിയറികൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തൊരു തിയറിയാണ് സോഷ്യൽ ഇൻട്രാക്ഷനിസ്റ്റ് അപ്രോച്ച്. എന്താണ് സിംബോളിക് ഇൻട്രാക്ഷനിസം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിയറി മുന്നോട്ട് വെക്കുന്നത് നമ്മളെല്ലാ പ്രശ്നങ്ങളെയും എന്ത് ചെയ്യുക, വളരെ വിശാലമായി കാണാതെ, അതായത് എല്ലാ പ്രശ്നങ്ങളെയും വിശാലമായി എടുക്കാതെ വളരെ ഷോർട്ടായിട്ട്, അതായത് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഓരോ സ്മാൾ സ്കെയിലായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ വേണം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. ഉദാഹരണത്തിന് വളരെ നമ്മളെ റിലേഷൻഷിപ്പുകൾ, ഫ്രണ്ട്ലി റിലേഷൻഷിപ്പുകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗ്യാതറിങ് ഉപയോഗിച്ചിട്ടൊക്കെ വേണം ഓരോ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ. അപ്പോൾ അതാണ് ഈ ഒരു തിയറി മുന്നോട്ട് വെക്കുന്നത്. പരസ്പരമുള്ള ഇൻട്രാക്ഷനിലൂടെയും മറ്റു ഡിസ്കഷനിലൂടെയൊക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് സൊസൈറ്റിയിലെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇൻട്രാക്ഷനിസ്റ്റ് അല്ലെങ്കിൽ സിംബോളിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തതായി പറയാൻ പോകുന്നത് നമ്മുടെ സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിനുള്ള ചേഞ്ചുകൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്, എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ വരുന്ന ചേഞ്ചുകൾ എന്നൊക്കെയാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ ഒരു സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഷിഫ്റ്റ് ഇൻ എ സൊസൈറ്റിയിൽ സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ ഈസ് റെഫേർഡ് ടു എ സോഷ്യൽ ചേഞ്ച്. അപ്പോൾ ഒരു സോഷ്യൽ ചേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലുള്ള അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഘടനയിലോ ഒരു സംഘടനകളിലോ ഉള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ പല രീതിയിലുള്ള ചേഞ്ചുകൾ സമൂഹത്തിലുണ്ടാവും. ഒന്ന് ഫാമിലി, ഇപ്പോൾ ചേഞ്ചസ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ഫാമിലി. ഇപ്പോൾ ഈ ആധുനിക കാലത്ത് നമ്മുടെ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം മാറിയിട്ട് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതൊരു ചേഞ്ചാണ്. അപ്പോൾ അതിലൂടെ എന്താണ്, ഈ ഒരു കളക്റ്റീവായ രീതി മാറി ഒരു ഇൻഡിവിജ്വൽ അപ്രോച്ചിലേക്ക് മാറുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു ചേഞ്ചാണ്. അതൊരു സോഷ്യൽ പ്രോബ്ലം കൂടി ആയിട്ട് കാണാം. അതുപോലെ കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യയിൽ കാസ്റ്റ് സിസ്റ്റം വളരെ ഫിക്സഡ് ആയിട്ട് വളരെ റിജിഡ് ആയിട്ടായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ വന്നതുകൊണ്ട് അല്ലെങ്കിൽ മോഡേണൈസേഷനൊക്കെ വന്നതുകൊണ്ട് അതിൽ പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. വെസ്റ്റേൺ എഡ്യൂക്കേഷനൊക്കെ വ്യാപിക്കലോട് കൂടി ഈ കാസ്റ്റ് സിസ്റ്റത്തിൽ വളരെ ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. അതുപോലെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ചേഞ്ച്, അതായത് നമ്മുടെ ഈ സാമൂഹിക ശ്രേണീകരണത്തിൽ വരുന്ന ചേഞ്ചുകൾ. നമ്മൾ പറഞ്ഞതുപോലെ കാസ്റ്റ് സിസ്റ്റം പറഞ്ഞതുപോലെയുള്ള കാര്യം തന്നെ. അതായത് സൊസൈറ്റിയിൽ പണ്ട് കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്ന കാലത്തൊക്കെ ഉണ്ടായിരുന്നത് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്, അതായത് ബൈ ബർത്ത് നോക്കിയിട്ടായിരിക്കും ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ കൊടുക്കുക. പക്ഷേ നിലവിൽ അതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഫ്യൂഡൽ രീതിയിൽ നിന്നൊരു ക്യാപിറ്റലിസ്റ്റ് ഫ്രെയിം വർക്കിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഇൻക്രീസിങ് മൊബൈലിറ്റി, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ കീഴിൽ ആളുകൾക്ക് ചേഞ്ച് ആവാൻ, അവരെന്തിലാണോ ഉള്ളത് അതിൽ തന്നെ തുടരേണ്ട ഒരു രീതിയാണ് അവർക്ക് ഉണ്ടായത്. അപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് അവർക്ക് ചേഞ്ച് ആവാനുള്ള ഒരു ഓപ്ഷൻ നിലവിൽ ആധുനികപരമായ പല ഫാക്ടേഴ്സിലൂടെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മാരേജ് പരമായിട്ടുള്ള ചേഞ്ചുകൾ സമൂഹത്തിലുണ്ടായി. എൻഡോഗമി സിസ്റ്റമൊക്കെ മാറി അത് മറ്റു രീതികളിലേക്ക് ആളുകൾ, അതായത് പലതരത്തിലുള്ള മാരേജ് രീതികൾ വന്നു. പിന്നെ പൊളിറ്റിക്സിൽ മാറ്റങ്ങൾ വന്നു. അതായത് ആദ്യകാലത്തൊക്കെ കാസ്റ്റ് പഞ്ചായത്തുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മാറി കോടതികളും മറ്റു നിയമവ്യവസ്ഥകളൊക്കെ വന്നു. അപ്പോൾ പൊളിറ്റിക്സിൽ മാറ്റങ്ങൾ വന്നു. പിന്നെ എക്കോണമിയിൽ ചേഞ്ചുകൾ വന്നു. പണ്ട് വെറും അഗ്രികൾച്ചറായിരുന്നു ബേസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി ആളുകൾ ടെക്നോളജിക്ക് അവലംബിക്കൽ നടത്തി. പിന്നെ റിലീജിയസ്, മതപരമായിട്ട് ചേഞ്ചുകൾ ഉണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇമോഷണൽ പ്രാക്ടിക്കൽ ലീവ്സ് ആർ മോസ്റ്റ്ലി ഡൊമിനേറ്റഡ് ബൈ റിലീജിയസ് വ്യൂ പോയിന്റ്. അപ്പോൾ ആദ്യകാലത്ത് എല്ലാ കാര്യങ്ങൾക്കും ഒരു റിലീജിയസ് ആയ വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ മ്യൂസിക്, ആർട്ട് അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ പരമായ കാര്യങ്ങളിലൊക്കെ ഒരു റിലീജിയസ് വ്യൂ പോയിന്റ് അതിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്തിന് ശേഷമൊക്കെ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി. അതുപോലെ ഒരുപാട് സെക്യുലർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഗനൈസേഷൻസും ഒക്കെ വന്നു തുടങ്ങി. പിന്നെ മറ്റൊരു ചേഞ്ചാണ് കൾച്ചറൽ ചേഞ്ചുകൾ ഉണ്ടായി തുടങ്ങി. ആളുകൾ കൂടുതൽ ഇൻഡിവിജ്വൽ ലിബേർട്ടിയിലേക്ക് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ്റെ കാരണം വെസ്റ്റേണൈസേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഡിവിജ്വാലിസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അപ്പം മൊത്തത്തിൽ നമ്മളിപ്പോൾ ഈ ഒരു ചേഞ്ചിൽ സോഷ്യൽ ചേഞ്ചുകളുടെ സൂചിപ്പിച്ച് എന്താണെന്ന് ചോദിച്ചാൽ ആധുനികപരമായിട്ടുള്ള ഒരുപാട് നമ്മുടെ ഒരു പുതിയ കൾച്ചർ രൂപപ്പെട്ടതിലൂടെ, മോഡേണൈസേഷൻ വന്നതിലൂടെ എല്ലാ മേഖലകളിലും അത് ബാധിച്ച് എല്ലാത്തിലും നമ്മുടെ ഒരു സാമൂഹികപരമായ എല്ലാ രീതികളിലും അത് ചേഞ്ച് കൊണ്ടുവന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി അവസാനമായി ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു ഭാഗമാണ് സോഷ്യൽ ഡിസോർഗനൈസേഷൻ.
അപ്പോൾ ഒരു സോഷ്യൽ ഡിസോർഗനൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സമൂഹത്തിലുള്ള ബ്രേക്ക് ഡൗൺ, അതായത് ഒരു സാമൂഹികപരമായിട്ടുള്ള ഒരു അസന്തുലിതാവസ്ഥ, ഒരു ക്രമക്കേട് എന്നൊക്കെയാണ് അതിന് പറയുക, സോഷ്യൽ ഡിസോർഗനൈസേഷൻ. അതായത് നമ്മുടെ ഒരു നിലവിലുള്ള കൾച്ചറിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലുള്ള മാറ്റം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. എമിൽ ദുർഹൈം പറഞ്ഞത് സോഷ്യൽ എന്താണ് നമ്മുടെ ഒരു സാമൂഹികപരമായിട്ടുള്ള ഇക്വിലിബ്രിയത്തിലുള്ള മാറ്റം, അതായത് ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാവുക, അതുപോലെ ഒരു സാമൂഹിക ഭദ്രത നഷ്ടപ്പെടുക എന്നുള്ളതാണ് സോഷ്യൽ ഡിസോർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി അതിനുള്ള പല കാരണങ്ങളാണ് പറയുന്നത്. അതിന് സൈക്കോളജിക്കലായിട്ടുള്ള കാരണങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് നമുക്ക് പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള പല കാര്യങ്ങളോട് നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല സൈക്കോളജിക്കലായിട്ട്. അപ്പോൾ അത് സോഷ്യൽ ഓർഗനൈസേഷൻ, സാമൂഹികപരമായ ഒരു അസന്തുലിതാവസ്ഥക്ക് അല്ലെങ്കിൽ പല ഓർഡർ മാറാനുള്ള കാരണങ്ങളുണ്ടാകും. അതുപോലെ കൾച്ചറൽ ലാഗ് സോഷ്യൽ ഡിസോർഗനൈസേഷന് മറ്റൊരു കാരണമാണ്. പിന്നെ ഫിസിക്കൽ ആൻഡ് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ചില ആളുകൾക്ക് ചില ഭാഗത്തു നിന്ന് മാറി താമസിക്കുമ്പോൾ അവിടുത്തെ ഒരു രീതിയുമായിട്ട് മുന്നോട്ട് പോകാൻ ചിലപ്പോൾ സാധിക്കില്ല, ഒരു പൊരുത്തക്കേട് വരും. അപ്പോൾ അത് പല രീതിയിലുള്ള സോഷ്യൽ ഡിസോർഗനൈസേഷന് കാരണമാകും. അതുപോലെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാകും പല രോഗങ്ങളുണ്ടാകുമ്പോൾ. അതുപോലെ എക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ക്ലൈമറ്റിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ സാമൂഹികപരമായിട്ടുള്ള വളരെ സംഘട്ടനങ്ങളും മറ്റു ബാറ്റിലുകളൊക്കെ പ്രശ്നങ്ങളാണ്. പിന്നെ നമ്മുടെ മൂല്യങ്ങൾ, വാല്യൂസിലുള്ള ഒരു മൂല്യച്ചോർച്ച, അതായത് പലപ്പോഴും നമ്മുടെ ട്രഡീഷൻസിലോ അല്ലെങ്കിൽ മറ്റുള്ള പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അപ്പോൾ പഴയതുമായിട്ട് അത് പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു പ്രശ്നങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മുടെ സാമൂഹിക അസന്തുലിതാവസ്ഥക്കുള്ള കാരണങ്ങളാണ്. പിന്നെ നമ്മുടെ പല റോളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺഫ്യൂഷൻസ്, പൊളിറ്റിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നതൊക്കെ നമ്മുടെ ഒരു സോഷ്യൽ ഡിസോർഗനൈസേഷൻ, സമൂഹത്തിലൊരു അസന്തുലിതാവസ്ഥ ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്. നമ്മൾ ജസ്റ്റ് ആ ഒരു ഹെഡിങ്ങിലൂടെ അങ്ങനെ പോയാൽ അതൊക്കെ മനസ്സിലാവും. അടുത്തത് അതിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഡിസോർഗനൈസേഷൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ അത് വളരെ കോൺഫ്ലിക്റ്റ് സമൂഹത്തിലുണ്ടാക്കും. നമ്മുടെ വാല്യൂസിനിടയിലും ഇൻസ്റ്റിറ്റ്യൂഷനിടയിലൊക്കെ വളരെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ വേണ്ടി വരും. ചിലപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം എന്നുള്ള ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അത് തകർന്നു കഴിഞ്ഞാൽ, അത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് ആ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം എന്നുള്ള ഓർഗനൈസേഷനിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അപ്പോൾ മറ്റൊരു രീതിയിലേക്ക് നമ്മൾ മാറേണ്ടി വരും. അപ്പോൾ അതൊരു ഇതിൻ്റെ പ്രത്യേകതയാണ് ഡിസോർഗനൈസേഷൻ്റെ. അതുപോലെ ഇൻഡിവിജ്വലേഷൻ നമ്മൾ ഒരു വ്യക്തിഗതമായ രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ മാറും. സൊസൈറ്റിയിലുള്ള ഒരു ഓർഗനൈസേഷൻ, ഒരു സാമൂഹികപരമായ ഒരു ഓർഡർ തകർന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർക്കും സ്വന്തം രീതികളിലൂടെയും സ്വന്തം കാഴ്ചപ്പാടുകളുടെയും മുന്നോട്ട് പോകേണ്ടി വരുന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. അതുപോലെ നമ്മുടെ അച്ചീവ്മെൻറ്റ്സിൻ്റെ എക്സ്പെക്റ്റേഷൻസിൻ്റെ ഒക്കെ ഇടയിൽ ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ വരും. അതായത് നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കിടയിലും പല ഗ്യാപ്പുകൾ ഇതുമൂലം വരും. അപ്പോൾ ഇതൊക്കെ പ്രത്യേകതകളാണ് ഡിസോർഗനൈസ്. സമൂഹത്തിൽ നമുക്കറിയാം, ഒരു പ്രശ്നം ഒരു ഡിസോർഗനൈസേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മുടെ ഒരു നിലവിലുള്ള ഒരു ഓർഡർ തകർന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടും. അപ്പോൾ അതാണ് അതിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതായി പറയുന്നത് ടൈപ്സ് ഓഫ് സോഷ്യൽ ഡിസോർഗനൈസേഷനാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ ഡിസോർഗനൈസേഷൻ പല രീതിയിലുണ്ടാവും. ഒന്ന് പേഴ്സണൽ ഡിസോർഗനൈസേഷൻ ഉണ്ടാവും. പേഴ്സണൽ ഡിസോർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അസന്തുലിതാവസ്ഥ. അപ്പോൾ അത് പല രീതിയിലുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവാം. ബയോളജിക്കൽ കാരണങ്ങളൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റൽ, അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി, സോഷ്യൽ ക്രൈസിസ്. അതായത് ഇപ്പോൾ നമുക്ക് വല്ല പ്രശ്നങ്ങൾ, രോഗങ്ങൾ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ എൻവിറോൺമെൻറ്റലായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ മറ്റു പരസ്പര ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് റോൾ, ബിസിനസ്സിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ കച്ചവടത്തിൽ. അപ്പോൾ അങ്ങനെ പേഴ്സണലായിട്ട് പല പ്രശ്നങ്ങൾ നമുക്ക് വരുമ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ ഡിസോർഗനൈസേഷൻ അത് ബാധിക്കുന്നു. ഇനി അടുത്തതാണ് ഫാമിലി ഡിസോർഗനൈസേഷൻ വരും. ഒരു ഫാമിലിയിൽ അസന്തുലിതാവസ്ഥ വരാൻ പല രീതിയിലുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ അതോടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ആ ഫാമിലിക്ക് തകർച്ച സംഭവിക്കാമല്ലോ. അപ്പോൾ അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഇപ്പോൾ റൊമാൻറ്റിക് ഫാലസി, പരസ്പരമുള്ള നമ്മുടെ ഒരു ജീവിതശൈലിക്ക് പല പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മളെ ഫാമിലി സൊസൈറ്റിയിൽ തന്നെ വിവാഹങ്ങൾ നടക്കുക പല രീതിയിലായിരിക്കും.
എന്താണ് പ്രണയ വിവാഹങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൽ ചിലപ്പോൾ എന്താണ് മറ്റു റൊമാൻറ്റിക് ഫാലസി കൊണ്ടൊക്കെ എന്ത് ചെയ്യും, അതിൽ തകർച്ച സംഭവിക്കും. അതുപോലെ മറ്റു പല കാരണങ്ങളുണ്ട്. പല ബിഹേവിയർ കൊണ്ട്, പരസ്പരമുള്ള ബിഹേവിയർ മൂലം എന്താണ് ഫാമിലി തകർന്നു പോകും. അതുപോലെ മറ്റു പല കാരണങ്ങളും, ഇപ്പോൾ എക്കോണമിക്കലായിട്ടുള്ള കാരണങ്ങൾ, ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ, ടെൻഷനുകൾ, അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും, ഒരു ഫാമിലിക്ക് തകർച്ച സംഭവിക്കും. അപ്പോൾ രണ്ട് ഡിസോർഗനൈസേഷനായി, ഒന്ന് പേഴ്സണലും മറ്റൊന്ന് ഫാമിലി. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പാണ്, അവസാനത്തെ ടൈപ്പാണ് കമ്മ്യൂണിറ്റി ഡിസോർഗനൈസേഷൻ. ഒരു സമൂഹത്തിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ കറപ്ഷൻ, ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ കറപ്ഷൻ, അഴിമതി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സമൂഹത്തിലുള്ളൊരു വലിയ ക്രമക്കേടുകൾക്കും അസന്തുലിതാവസ്ഥക്കും കാരണമാവും. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാണ് ഈ പാഠഭാഗത്തിൽ സൂചിപ്പിക്കുന്നത്. വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.